ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് താലി മീൽസ് ആയിട്ടാട്ടോ വരുന്നത്. അതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അപ്പോൾ വെജ് താലി ഉണ്ട്, നോൺ വെജ് താലി ഉണ്ട് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് തന്നത് എൻ്റെ ഫ്രണ്ട് ശ്രുതിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ വ്ളോഗാക്കാൻ പറ്റുമെന്ന്. പിന്നെ തോന്നി ഇതൊരു പൊതിച്ചോറ് പോലെ മീൽസ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും വയറൊക്കെ നിറയില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അടിപൊളി ഒരു നോർത്ത് ഇന്ത്യൻ മീൽസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ശ്രുതി. ശ്രുതിയുടെ ഒരു ഐഡിയ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ ഇതിലിപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാൻ വെജ് താലിയിൽ ഒന്നുമില്ല. നമ്മുടെ സാധാരണ ദാൽ തടുക്ക, രാജ്മ കറി, ജീര റൈസ്, ചപ്പാത്തി, പിന്നെ പൈനാപ്പിൾ കേസരി. അത് കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കേസരിയിൽ പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ നോൺ വെജ് താലിയിൽ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ലാം രോഗൻ ജോഷാണ്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യ വിട്ട് വേറെ എവിടെ പോയാലും, ഏതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയാലും ലാം രോഗൻ ജോഷ് ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം, എന്നിട്ട് വേണം സുഖമായിട്ടൊന്ന് കഴിക്കാൻ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്.
ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആദ്യം. അപ്പം ആദ്യം ഫുൽക്ക ആൻഡ് ദാൽ തഡ്ക. ഇനി അടുത്തത് രാജ്മ കറി നോക്കട്ടെ. ഇതും അടിപൊളി. ഇനി ഞാൻ ജീര റൈസ് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട്. പക്ഷേ ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത് കേസരി കഴിക്കാനാണ് കേട്ടോ. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കേട്ടോ. സൂപ്പറായിട്ട്. ആക്ച്വലി ഇതിന് ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നല്ല ലാമ്പ് കറി, നല്ല സ്പൈസിയാണ്, നല്ല പുളിയുണ്ട്. ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ സൂപ്പർ. ഈ ഫുൽക്ക ചപ്പാത്തിയുടെ ഒപ്പം സൂപ്പർ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഈവൻ ജീര റൈസ് ആണെങ്കിലും എന്തിൻ്റെ ഒപ്പം ആണെങ്കിലും ഈ ലാമ്പ് നന്നായി പോവും. അപ്പം ഞാൻ ഇനി വേഗം ഒന്ന് കഴിച്ചു തീർക്കട്ടെ. പക്ഷേ പുതിയ ഐഡിയ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ടിൽ ദെൻ ബൈ.